നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെയായിരുന്നു നീ ഇത്ര നേരം? വഴിയിൽ വെച്ചൊരു പെൺകുട്ടിയെ കുറച്ച് ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു. എന്നിട്ട് അവരെ ഞാൻ നേരിട്ടു. ആ പെൺകുട്ടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ആരാണെന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല, ഇരുട്ടായിരുന്നു. എന്റെ ദൈവമേ, എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. നന്നായി. അമ്മാവ, കളം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോവാം. ബാക്കി ചടങ്ങുകൾക്കൊന്നും നിൽക്കണ്ട. എന്തൊരു കാഴ്ച! എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? ആയിക്കോട്ടെ. ഇനി ചിത്രകൂടത്തിൽ കളം സമർപ്പിച്ച് അമ്മയുടെ അനുവാദം വാങ്ങണം. ആരാ വിളക്കെടുക്കുന്നേ? അത് നിത്യമോളാ. എന്നാ പിന്നെ വന്നോളൂ. നിർത്ത്. ഇതെന്താ ഏർപ്പാടാണ് എന്റെ പ്രസിഡന്റ്? ഇവളെങ്ങനെ വിളക്കെടുക്കുന്നേ? നിത്യമോള് വിളക്കെടുക്കുന്നോണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അതെ, ഇവിടെ ഈ പരിപാടി നടക്കുന്നത് പ്രസിഡന്റിന്റെ വീട്ടിലാണെങ്കിലും ഇത് നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ ചിത്രകൂടത്തിലേക്കുള്ള വിളക്കെടുക്കേണ്ടത് നല്ല ഐശ്വര്യമുള്ള ഒരു പെണ്ണായിരിക്കണ്ടേ? എന്റെ മോൾക്കെന്താ ഐശ്വര്യത്തിന് കുറവ്? വല്ലാത്തൊരു ഐശ്വര്യാണല്ലോ. ജനിച്ചപ്പോ തന്നെ സ്വന്തം തള്ളയെ കൊന്നവക്ക് ഐശ്വര്യത്തിന് എന്താ ഒരു കുറവ്? നളിനി, നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാണ്ടിരുന്നേ. പ്രസിഡന്റിന് ഒരു മോളുണ്ടല്ലോ, എന്താ അവൾക്ക് വിളക്കെടുത്തൂടെ? അല്ല, അത് പിന്നെ അതിനെന്തിനാ ഇപ്പൊ ഒരാളെ കടം വിളിക്കുന്നേ? അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ വായ മൂടി നിൽക്കുന്നേ? എന്റെ ചെവിയിൽ മാത്രമല്ല, നാട്ടുകാര് കേൾക്ക പറ. ഇവളെ പോലൊരുത്തി വിളക്കെടുത്താലേ ഈ ചടങ്ങല്ല, ഈ നാട് തന്നെ മുടിഞ്ഞു പോവത്. എന്താ പൊള്ളിയല്ലേ? ഇതേ ഞങ്ങളുടെ നാടാ. നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ആചാരം. നിങ്ങളുടെ കാശും പുത്തനും ഒന്നും ഇവിടെ ചെലവാകത്തില്ല. ഞങ്ങൾക്കൊക്കെ ശാപം വീഴുന്ന കാര്യമാ. തള്ളയില്ലാത്ത ഒരുത്തി വിളക്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പറ്റൂല. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്ത് ഭ്രാന്തൊക്കെ വിളിച്ചു പറയുന്നത്? അയ്യോ, ഇതാരപ്പാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എവിടുന്ന് വന്ന് കയറിയതായാലും ശരി, ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നാലേ വിവരം അറിയും. പ്രസിഡന്റ്, എല്ലാരോടും ചോദിച്ചു നോക്ക്, തള്ളയില്ലാത്ത ഒരുത്തി വിളക്കെടുക്കുന്നതിലേ ഇവിടെ ആർക്കെങ്കിലും സമ്മതം ഉണ്ടോന്ന് ഒന്ന് ചോദിച്ചോക്ക്.
ആവശ്യമില്ല. ആ, അമ്മയോട് കൂടെ നിൽക്കുന്ന ഒരുപാട് പെൺപിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. അവരിൽ ആരെങ്കിലും വിളക്കെടുത്തോളും. അതെ, അമ്മ ഇല്ലാത്തവൾ അങ്ങ് മാറി നിന്നാ മതി. എന്റെ മോൾക്ക് അമ്മയില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനാ അവളുടെ അമ്മ. അയ്യോ, അതേത് കണക്കില്? ഏത് കണക്കിലാ വേണ്ടത്? പറ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥമേ ഞങ്ങൾ ഈ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രസവിച്ചവളുടെ പേര് അമ്മ, അല്ലാതെ തെണ്ടി കേറി വന്നവളുടെ അല്ല. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനുത്തരം ഉണ്ടെങ്കിൽ ഈ ചടങ്ങിൽ നിന്നും നിത്യമോളെ ഞാൻ മാറ്റി നിർത്താം. ഭാരത സ്ത്രീയുടെ പര്യായം ആരാ? സീതാദേവിയല്ലേ? സീതാദേവിയുടെ അമ്മയാരാ? നളിനിക്ക് അതറിയോ? ഓ, നളിനിയുടെ അറിവിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്കിൽ കേട്ടോ, സീതാദേവിയുടെ അച്ഛനമ്മമാർ മിഥിലാപുരിയുടെ മഹാരാജാവായ ജനകനും അദ്ദേഹത്തിന്റെ ഭാര്യ സുനൈനയുമാണ്. പക്ഷേ സീതാദേവിയെ ആ അമ്മ പ്രസവിച്ചതാണോ? അല്ല. മിഥിലാപുരിയിലെ ഒരു ഉഴവുചാലിൽ നിന്നും ജനക മഹാരാജാവിന് കിട്ടിയ ഭൂമിപുത്രിയാണ് സീത. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അവളെ സ്വന്തം മകളാക്കി വളർത്താൻ പ്രസവിച്ചു എന്ന ബന്ധം ആവശ്യമായിരുന്നു. ദത്തെടുത്ത അച്ഛനമ്മമാരുടെ മകളായി വളർന്ന സീതാദേവിയാണ് പിന്നീട് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പരിണയിച്ച് ഈ ലോകത്തിന്റെ സ്ത്രീത്വത്തിന്റെ വിളക്കായത്. നമ്മൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന സീതാദേവിക്ക് പ്രസവിച്ചവളല്ല അമ്മ എന്ന നിഷേധം കേൾക്കേണ്ടി വന്നിട്ടില്ല. എങ്കിൽ എന്റെ മകൾ നിത്യയ്ക്കും അത് കേൾക്കേണ്ടി വരില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ ചടങ്ങിൽ നിന്നും എന്റെ മകളെ മാറ്റി നിർത്താം. അതല്ല, അമ്മ എന്ന സ്ഥാനത്തിന്റെ പവിത്രതയാണ് മാനിക്കുന്നതെങ്കിൽ ദാ ഇവളെ ചേർത്ത് പിടിച്ച് ഞാൻ പറയാ, ഇവൾക്ക് അമ്മയുണ്ട്. അമ്മയുള്ള മകൾക്ക് ഇനി വിളക്കെടുക്കാവല്ലോ, അല്ലേ പ്രസിഡന്റ്? ഇതിനേക്കാൾ വിശദീകരിച്ച് ഇനി എന്താ പറയാനുള്ളത്? നളിനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിന്നേ. കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഒരു പരിധി വരെ ആകാം. അതിനിടയിൽ വല്ലപ്പോഴുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആഹാ, എങ്കിൽ പിന്നെ ചടങ്ങുകൾ നടക്കട്ടെ അല്ലേ? നീ ചെല്ല്, പോയി വിളക്കെടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.